അച്ഛൻ വെച്ചാൽ 200 കോടി രൂപയുടെ 200 പറ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞാൽ 5-6 ആമക്കളുണ്ടായിരുന്നു. നേരത്തെ ആദ്യത്തെ കല്യാണത്തിൽ. എന്നിട്ട് പിന്നെ എന്റെ മുത്തിയമ്മനെ വന്ന് സ്നേഹിച്ചിട്ട് മുത്തിയമ്മന് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് എന്റെ അമ്മയായിരുന്നു. അത് അന്ന് അമ്മയ്ക്ക് വിവരമില്ലാണ്ട് മുത്തപ്പന്റെ ഒന്നും വാങ്ങാൻ അറിയില്ല. അപ്പൊ മുത്തപ്പൻ മരിക്കുന്നവരെ അവിടെ നിന്ന് വേണ്ടത്ര കാശുകളും സ്വർണങ്ങളും ഒക്കെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. മുത്തപ്പൻ പെട്ടെന്ന് ഒരു തമ്പാട്ടി വന്ന് മരിച്ചപ്പോ അമ്മയ്ക്ക് അവിടേക്ക് പോകാനോ ഒന്നും ചെയ്യാനോ വാങ്ങാനോ പെൺമക്കളെല്ലാം ആ മക്കളാണ് അവരൊക്കെ എടുത്തു. അമ്മ പിന്നെ അങ്ങോട്ട് പോകാണ്ടായി. പിന്നെ മുത്തപ്പൻ എന്ന് പറയുന്ന ആ ഒരു ഇതിനെ കുറിച്ച് പറയോ? അത് പറഞ്ഞാലോ. മുത്തപ്പൻ അത് എന്റെ പണ്ഡിതനായിട്ട് അച്ഛൻ വന്നിട്ട് ഓഡിയൻ സേവയായിരുന്നു. ഓഡിയൻ സേവ കൊട്ടാരത്തിലാണോ ഓഡിയൻ സേവ? അതോ പറഞ്ഞ ശരിക്കും ഓഡിയൻ. അത് എവിടെയായിരുന്നു? അത് അവര് പണ്ട് മറ്റേ ഊട്ടറയിലായിരുന്നു ഇരുന്നത്. അവര് എവിടെ ആട്ടിക്കാൻ പോകുന്നു? ഓഡിയൻ അവരിന്റെ ഉള്ള ദൈവമാണ്. അത് ഓഡിയൻ ആവുകയാണ്. ഓഡിയൻ എന്തോ ഒരു മന്ത്രങ്ങൾ ചൊല്ലിട്ട് അപ്രത്യക്ഷമാവും. അങ്ങനെ ഓഡിയനായി വരും. അപ്പൊ അതിനെ ഓടിനെ പിടിച്ച് കെട്ടാനും തളയ്ക്കാനും ചെമ്പോത്തില്ലേ പെട്ടെന്ന് അതിനെന്തോ കഴിച്ച പെട്ടെന്ന് മായുന്ന പറഞ്ഞു. ചെമ്പോത്തിന് ശക്തിയുള്ള ഒരു പക്ഷി, അത് നല്ല ഒരു മന്ത്രശക്തിയുള്ള ഒരു പക്ഷിയാണ്. അദൃശ്യമാകാൻ കഴിയുന്നൊക്കെ അതിന് വന്നിട്ട് അതിന് വയ്യാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അത് എവിടെയോ പോയിട്ട് ഒരു വേര്, എന്തിന്റെയോ ഒരു വേര്, ആ വേരിനെ കുറിച്ച് ഞാൻ നെറ്റിൽ വേര് കൊണ്ടുവന്നിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാല് ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വയ്യാണ്ടാകുക എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ശരിയാവും. അപ്പൊ ആ കൂടെ എടുത്തിട്ട് നമ്മൾ പുഴവെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാല് ആ പുഴവെള്ളത്തില് വെള്ളം ഇങ്ങോട്ട് പടിഞ്ഞാട്ടേക്ക് പോവുകയാണെങ്കിൽ ഇത് കിഴക്കട്ടേക്ക് ആ വേര് ഇങ്ങനെ നീങ്ങിപ്പോകും. അതെടുത്തു കഴിഞ്ഞാല് എത്ര വലിയ പൂട്ട് ഇങ്ങനെ പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂട്ടി കൊണ്ട് തുറക്കണേ പറഞ്ഞ് ഇങ്ങനെ മുട്ടിച്ച് ആ പൂട്ട് തെറിച്ച് തുറന്നു വരും. ആ ചെമ്പോത്തിന്റെ വേര് അത് കിട്ടില്ല. അത് അപൂർവ ശക്തി ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മളെ ഒടിയനായിട്ട് എവിടെ താമസിച്ചു? ആർക്ക് വേണ്ടി ഒടിയന്റെ പണി ചെയ്യുന്നത്? അവർക്ക് പൈസക്ക് സാമ്പത്തിക രാജാവിന് വേണ്ടിയിട്ടാണോ? അങ്ങനെ വലിയ വലിയ ആൾക്കാർക്ക് ഇങ്ങനെ ഓരോ വേഷം കെട്ടിയിട്ട് ഇന്നത് മോട്ടിച്ചിട്ട് വരും, ഇന്നത് ചെയ്തിട്ട് വരും, ഇന്ന ആളിനെ തല്ലിട്ട് വരും, ഇന്ന ആളിനെ കൊന്നിട്ട് വരും, മറ്റേ ആരെങ്കിലും കൽപ്പിക്കും. അങ്ങനത്തെ നമ്മളെ എന്നെ കൊണ്ട് പറയുമ്പോ ഞാൻ അത് നമുക്ക് വേണ്ടി ചെയ്യാണ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഞാൻ നമ്മുടെ 10 രൂപ ഉണ്ടാക്കുകയാണ്. അന്ന് നൂർത്തിയില്ലാണ്ട് ഒടിയും വേഷങ്ങൾ കിട്ടുകയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച മൂത്തപ്പനായിരുന്നു അച്ഛൻ്റെ അച്ഛൻ. അവർക്ക് നല്ല പൈസ ഉണ്ടായിരുന്നു. അവരാണ് പണ്ഡിതൻ. അവരുടെ കോടികളൊക്കെ എങ്ങോട്ട് പോയി? പിന്നെ അതൊക്കെ അത് പറഞ്ഞാൽ അവരിന്റെ മൂത്തപ്പനാണ് ഈ കുപ്പായം മുത്തൻ നെടുമണിയിലിരിക്കുന്നത്. ജീവനോട് കുഴിയിൽ ഇറങ്ങിയത് സമാധിയായിരുന്നു. അയാള് മരിക്കാണ്ടായപ്പോ അങ്ങനെ അല്ല, അങ്ങനെ എന്താ ഈ പാമ്പിന്റെ കുപ്പായി മുത്തൻ, അവരുടെ പാമ്പിന്റെ എന്തൊക്കെ വശങ്ങളൊക്കെ അയാൾക്ക് പാമ്പ് അയാളിനെ ഓത്തിരിക്കില്ല. അവിടുന്ന് കൊണ്ടുവന്ന ഭസ്മം കൊടുത്താൽ നന്നാവും, പാമ്പുകൾ വരില്ലെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ആ 200 നമ്മള് നല്ലപോലെ ഇറച്ചി മീൻ കൂട്ടാണ്ട് അതിലൊക്കെ തൊട്ട് തൊഴി. കുപ്പായി മുത്തൻ ആ സ്വാമി എവിടെ ഉള്ളതാണ്? അയാള് വന്നിട്ട് ഞങ്ങൾക്ക് മുത്തനായിട്ട് വരും. എന്റെ അച്ഛന്റെ അങ്ങനെ തലമുറ മുത്തപ്പനാണത്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചരട് കെട്ടിയ അവിടെ മണ്ണ് വാങ്ങിക്കൊണ്ട് വരും. കൂടെ അരച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൊടിന്റെ ബുദ്ധിമുട്ടുകളോ അസുമാറുകളോ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ബാധിക്കില്ല. അതൊരു മഹാത്മ്യം ഉണ്ടാകും കുപ്പായി മുത്തന്റെ അവിടെ പോയ. ഐശ്വര്യമാണ്. കാരണം അവിടെ ചതി കളവാച്ച ഇതൊന്നുമില്ല. ഏതൊരു പണിക്കാരനും കൊടുവാളെടുത്ത് വെട്ടുമ്പോഴും പണിയെടുക്കുമ്പോഴും പാമ്പുകളും പേടിക്കുന്നതും ഒന്നും കാണില്ല അവിടെ പോയാൽ. അതിനൊരു ഐശ്വര്യം അവിടെയുണ്ട്. അതേപോലെ തന്നെ ഈ കൂത്താണ്ട് വേല കഴിക്കണല്ലേ, അത് അവിടുത്തെ മണ്ണും വൈക്കലും ഒക്കെ കൊണ്ടുവന്നിട്ട് നുമ്പുറത്ത് കെട്ടിവെച്ച് കഴിഞ്ഞാല് നുമ്പുറത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചീണ്ടറുകൾ വിട്ട് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് ബാധിക്കില്ല. അത് മുത്തം തടയും, കൂത്താണ്ട് മുത്തം തടയും. അത് ആ വൈക്കലിന് ഒരു പവറുണ്ട്, ആ മണ്ണിന് ഒരു പവറുണ്ട്. അത് വെക്കുമ്പോ നമ്മൾ ഇറച്ചി മീനൊക്കെ കൂട്ടാണ്ട് പാണ്ഡവന്മാരുടെ അവര് കൊണ്ടുവന്നിട്ടുള്ള കഥയാണത്. അത് എവിടുന്നോ 10 കൂടികള് വന്നിട്ട് ഇവിടെ എലവഞ്ചേരി പനങ്ങാട്ടിരി വന്ന് ഇരുന്നതാണ്. അത് തീമർക്കുട്ടിയില്ലേ, അവരും അതിൽപ്പെട്ട ആൾക്കാരാണ്. അവിടെ ഇരിക്കാൻ പറ്റാണ്ടായിട്ട് ആ ഒരു കഷ്ടകാലത്തില് അവര് കുടുംബത്തോടുകൂടി വന്നതാണ്. 10 ആളായിട്ട് വന്നതാണ്. അങ്ങനെ വന്ന് ഇവിടെ കുടിയിരുന്നിട്ട് ഉണ്ടായ അമ്പലമാണ് അത്. അത് എന്നിട്ട് ആ ദൈവത്തിന്റെ ശക്തി അവർക്ക് അറിയാൻ പറ്റിയത് പുഴയിൽ വെള്ളം കിടക്കാൻ പറ്റാണ്ടായപ്പോൾ മുത്തനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ദൂരെ എറിയാൻ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും തൂക്കി പിടിച്ച് ഇടാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ വെള്ളം
നിന്നൂന്ന് അങ്ങനെ എന്തോ ഒരു അതിന്റെ ഐതിഹ്യമാണ് ആ മറ്റേ ഇക്ഷുമതി പുഴയില് അല്ലേ? അപ്പൊ അവിടെ നിന്ന് മറ്റേ മുള വെട്ടിക്കൊണ്ടുവരുന്ന എന്താ കാട്ടിൽ നിന്നൊക്കെ ഈ ഉത്സവത്തിന്? അത് മുളയല്ലേ, ഒരു പൂളമരമാണ്. പൂളമരത്തിന്റെ കമ്പ് കമ്പായിട്ടുള്ളതിനെ ചെത്തി ഉഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് അതിലാണ് ഈ ദൈവത്തിന് കെട്ടിയിടുന്നത്. എന്നിട്ടാണ് തല്ലിക്കൊല്ലുക. അങ്ങനെ കൊന്നാല് അതിന് അവിടെ ഇത് ശാന്തം ഉണ്ടാവുള്ളൂ. അപ്പൊ കാട്ടിൽ പോയിട്ട് അതിന് പെർമിഷൻ, ഫോറസ്റ്റുകാർ പെർമിഷൻ കൊടുക്കും. ആ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ അത് എവിടെയെങ്കിലൊക്കെ കണ്ടെത്തി ദൈവത്തിന്റെ ഒരു ഐശ്വര്യം കൊണ്ട് അത് കിട്ടും. ഇതിന്റെ പേര് മൽഗോവയാണ് തോന്നുന്നു. ഇത് മൽഗോവയാണ്. ഈ ചക്ക ഇങ്ങനെ വെള്ള കളറാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പേര് അങ്ങനെ വല്ലതും അറിയുന്നുണ്ടോ? ഇതിന്റെ പേര് ഇത് നല്ല ഐറ്റം ചക്കയാ. ഓ.